ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള നല്ല സോഫ്റ്റായ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളി വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. വെള്ളയപ്പത്തിനായിട്ട് തലേന്ന് രാത്രി തന്നെ കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്ത് വെച്ച പച്ചരിയാണിത്. ലഞ്ചിന് വേണ്ടിയാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ചോറാണ്. 1.5 ഗ്ലാസ് തേങ്ങ വേണം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ വേണം ഈ അരി അരച്ചെടുക്കാനായിട്ട്. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞെങ്കിൽ മാത്രമേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് കുറേശ്ശെ പച്ചരി ഇട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പച്ചരി ചേർത്ത് അരച്ചെടുക്കാം. നല്ല തണുത്ത വെള്ളമാണ് അരി അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. മാവ് അധികം ചൂടാകാതിരിക്കാനാണ് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ അരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അരി നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്ന പച്ചരി കൂടി ഇങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ചോറും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് വേണം അരി അരച്ചെടുക്കാൻ. അല്ലെ ചിലപ്പോൾ മാവ് നീണ്ടു പോകും. ഇനി ഇതും കൂടി നമുക്ക് ആ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഏകദേശം 1.5 ഗ്ലാസോളം വെള്ളമാണ് മാവ് അരച്ചെടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ രാവിലെ 8 മണിക്കാണ് അരി അരച്ച് വെക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ മാവ് നന്നായി പൊങ്ങി പാകമായിട്ട് കിട്ടും. രാത്രിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ രാവിലെ അരി സോക്ക് ചെയ്ത് വെച്ച് വൈകിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ചാൽ രാത്രി 8 മണിയാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 4 മണിക്കൂർ സമയം ധാരാളം മതി മാവ് പാകത്തിന് റെഡിയായി കിട്ടാൻ. ഇനി രാവിലെയാണ് അപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാവിലെ തന്നെ അരി സോക്ക് ചെയ്തിട്ട് രാത്രിയിൽ നമ്മൾ അരച്ചു വെക്കണം. രാത്രിയിലാണ് അരി അരിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ തേങ്ങ അരച്ച് ചേർക്കുന്നത്. കാരണം ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് മാവ് ഒരു 4 മണിക്കൂർ കൊണ്ട് ഫെർമെന്റ് ആയി കിട്ടും. പിന്നീടുള്ള സമയം ചിലപ്പോൾ മാവ് അധികം പുളിച്ചു പോകും. രാവിലെ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ അധികം പുളിയൊന്നുമില്ലാത്ത നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത്. ഇതിൽ കുറച്ച് മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് പാലപ്പത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള മാവിലേക്ക് നമുക്ക് വെള്ളയപ്പത്തിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അത് ഒരു 10-12 ചെറിയ ഉള്ളി, പിന്നെ 3 ചെറിയ അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂണോളം ജീരകം. വെളുത്തുള്ളി ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്കിനി ആ അരി അരച്ച ജാറിലേക്ക് തന്നെ 2-3 തവി മാവ് എടുത്ത് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടാനാണ് മാവും കൂടി ചേർക്കുന്നത്. ഉള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് നമുക്കൊരു ഏകദേശം 4 മണിക്കൂർ സമയത്തേക്ക് മാറ്റിവെക്കാം. ഇപ്പം സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
വെള്ളയപ്പത്തിനുള്ള മാവ് നല്ല പാകത്തിന് പുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് അധികം നിരത്താൻ പാടില്ല. കുറച്ച് കട്ടിയിൽ ഒരു ദോശയുടെ ഒക്കെ പരുവത്തിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അപ്പം എടുക്കാം. ഇതുപോലെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോഴാണ് അപ്പം കറക്റ്റായിട്ട് ആവുന്നത്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടെ ചുട്ടെടുക്കാം. ചില സ്ഥലങ്ങളിൽ വെള്ളയപ്പം തിരിച്ചിടാറില്ല. ഇങ്ങനെ ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ആ ഒരു രീതിയിൽ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. പാലപ്പത്തിൻ്റെ മാവ് ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് പാലപ്പം വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് പാലപ്പം കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വെള്ളയപ്പത്തിന് നമ്മൾ മാവ് റെഡിയാക്കുമ്പോൾ ഉള്ളിയൊക്കെ അരച്ച് ചേർക്കുന്നതിന് മുൻപ് ഇങ്ങനെ കുറച്ച് മാവ് മാറ്റി വെച്ച് നല്ല പാലപ്പവും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരികൊക്കെ ബ്രൗൺ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് പാലപ്പം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. വെള്ളയപ്പത്തിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യലായ ഒരു മട്ടൻ കറിയാണ്. കിഴങ്ങൊക്കെ വറുത്തിട്ടുള്ള ഈ മട്ടൻ കറിയുടെ റെസിപ്പി ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.